ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുളത്തുപുഴ വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ ബാലചന്ദ്രനും അലീനയും. അവരെ കണ്ടപ്പോൾ തന്നെ അകത്തുനിന്ന് ഒരുപാട് നായ്ക്കൾ ഓടി വന്നിട്ട് അവരുടെ ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. അപ്പോഴേക്കും ആൻ്റപ്പൻ പുറത്തേക്ക് വന്നിട്ട് ഒന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ നായ്ക്കൾ അവരെന്തെങ്കിലും ചെയ്യുമെന്നൊരു പേടി. പക്ഷേ ആ നായ്ക്കൾ എല്ലാവരും കൂടെ അലീനയുടെയും ബാലചന്ദ്രൻ്റെയും ചുറ്റും ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ ആൻ്റപ്പൻ ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, സാധാരണ പുറമേ നിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കി കുറയ്ക്കാറാണ് പതിവ്. പക്ഷേ ഇതൊരു അത്ഭുതമായിരിക്കുന്നല്ലോ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവർ അകത്തേക്ക് ക്ഷണിക്കുകയാണ്. അകത്തേക്ക് ചെല്ലുമ്പോൾ സ്റ്റാൻലി അവിടുത്തെ ഒരു സെർമനിനോട് ഇങ്ങനെ കാര്യങ്ങൾ പറയുകയാണ്. ഇനി മുതൽ ഞാൻ മാത്രമല്ല ഒരാളും കൂടെ ഉണ്ടാകും, അപ്പം എല്ലാ കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ആൻ്റപ്പൻ പറയുന്നുണ്ട്, സാറേ ഒന്ന് നോക്കൂ ആരാ വന്നിരിക്കുന്നതെന്ന്. ബാലചന്ദ്രനും അലീനയും അത് കേൾക്കുമ്പോൾ സ്റ്റാൻലി ഒന്ന് ഞെട്ടുന്നുണ്ട്. അപ്പം അലീനയാണെങ്കിൽ ഒരു ആകാംക്ഷയിലാണ്. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും പേടി ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും സ്വന്തം അച്ഛനെ ആദ്യമായിട്ട് കാണാൻ പോകുമല്ലോ, ആ ഒരു ആകാംക്ഷ ഒരു മുഖത്തുണ്ട് കേട്ടോ. അങ്ങനെ സ്റ്റാൻലി തിരിഞ്ഞു നോക്കുമ്പോൾ അലീന ചെറുതായിട്ടും ഞെട്ടുന്നുണ്ട്. കാരണം കുറച്ച് ദിവസം മുൻപ് നെടുമ്പുരയ്ക്കിലെ വീട്ടിലേക്ക് ഇയാൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ട് അച്ഛനോട് സംസാരിച്ചിരിക്കുമ്പോൾ അവളെ ഇങ്ങനെ നോക്കുന്നതൊക്കെ അവളിങ്ങനെ ഓർത്തെടുക്കുകയാണ് കേട്ടോ. സ്റ്റാൻലി ആണെങ്കിൽ സന്തോഷത്തോടു കൂടെ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അലീനെ കാണുമ്പോൾ കണ്ണ് നിറയാണ് കേട്ടോ. അലീനയ്ക്ക് മറിച്ചല്ല, അവളുടെ കണ്ണ് നിറയുന്നുണ്ട്. കാരണം തനിക്ക് ജന്മം തന്ന അച്ഛനെ ആദ്യമായിട്ട് കാണുകയല്ലേ. അതുപോലെ തന്നെ സ്റ്റാൻലിയുടെയും കണ്ണ് നിറയുന്നുണ്ട്. തൻ്റെ മകളുടെ നോക്ക് കാണാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചതല്ലേ, ഇപ്പോൾ കൺമുന്നിൽ അതാ വന്ന് നിൽക്കുന്നു. ആ ഒരു സന്തോഷ കണ്ണീരാണ് കണ്ണിലൂടെ പുറത്ത് വരുന്നത്. അങ്ങനെ ബാലചന്ദ്രന് കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. ഹലോ ഹൗ ആർ യു? അത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഐ എം ഫൈൻ. പിന്നെ കുറച്ച് താമസിച്ചു പോയി ഞങ്ങൾ വന്നപ്പം എന്ന് പറയുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, ഒന്നൊരു വിഷയമുള്ള കാര്യമില്ല. അതും പറഞ്ഞിട്ട് അലീനയോട് ഹായ് അലീന എന്ന് പറയാനുണ്ട്. പക്ഷെ അവൾക്ക് തിരിച്ചൊരു മറുപടി കൊടുക്കാനില്ല. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ അച്ഛൻ്റെ സൗണ്ടൊക്കെ ആദ്യമായിട്ട് കേൾക്കല്ലേ. അപ്പം അവൾക്ക് ആ ഒരു സന്ദർഭത്തിന് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്നിട്ട് സ്റ്റാൻലി അവൾക്ക് കൈ കൊടുക്കുന്നുണ്ട് കേട്ടോ, ഷേക്ക് ഹാൻഡിനായിട്ട്. പക്ഷേ അവൾ തിരിച്ച് കൊടുത്തെങ്കിലും അതൊരു വിറയലോടുള്ളൊരു കൈ കൊടുക്കലായിരുന്നു. അവൾക്ക് ഭയങ്കര സങ്കടം, എന്തോ ഒരു വിഷമവും ഒക്കെ മനസ്സിലുണ്ട്. അത് പുറത്ത് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ സ്റ്റാൻലി അവരോട് ഇരിക്കാൻ പറയുന്നുണ്ട്. പിന്നെ മെയ്ഡിനോട് അവർക്ക് എന്തെങ്കിലും കൊടുക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ വരുന്ന വഴിക്ക് അവളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു, അതാണ് ഇത്രയും ലേറ്റ് ആയത്. ഇനിയിപ്പോൾ അവൾ അറിയേണ്ട സത്യങ്ങൾ തന്നെയാണല്ലോ, അവളെല്ലാം അറിഞ്ഞു. അത് കേൾക്കുമ്പോൾ സ്റ്റാൻലിക്ക് ഒരു സന്തോഷമൊക്കെ ഉണ്ട്. കാരണം തൻ്റെ മകളെല്ലാം അറിഞ്ഞിട്ട് ആണല്ലോ വന്ന് നിൽക്കുന്നത് എന്നുള്ളൊരു സന്തോഷം സ്റ്റാൻലിയുടെ മുഖത്ത് കാണുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇതാണ് മോളെ നിൻ്റെ അച്ഛൻ എന്നിങ്ങനെ അലീനയോട് പറയാൻ കേട്ടോ. അപ്പോൾ സ്റ്റാൻലിയുടെ കണ്ണും നിറയുന്നുണ്ട്. അലീനയുടെ കണ്ണും നിറഞ്ഞൊഴുകാണ്. അവൾക്ക് അങ്ങോട്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പിന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, സ്റ്റാൻലി ഞാൻ എൻ്റെ മകളെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. നിൻ്റെ മകൾ തന്നെയാണ്, പക്ഷെ ഇത്രയും ഞാനാണ് നോക്കിയത്. അതുകൊണ്ട് തന്നെ അവളുടെ കണ്ണ് നിറയാൻ സമ്മതിക്കില്ല. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ജീവിതങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും, കുടുംബങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. അപ്പം അതിലൂടെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷെ അതൊന്നും ഞാൻ ചോദിക്കുന്നുമില്ല, എന്താണെന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷെ എന്തൊക്കെ വന്നാലും അവളുടെ കണ്ണ് നിറയാൻ സമ്മതിക്കില്ല. അവളെ പൊന്നുപോലെ നോക്കണേ. അത് കേൾക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട്, എനിക്കൊരുപാട് പേരെ ബോധിപ്പിക്കാനുണ്ട്. അതൊക്കെ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് ഞാൻ അവളെ കണ്ണീര് കുടിപ്പിക്കില്ല. അവളെ ഞാൻ പൊന്നുപോലെ നോക്കും. ഇത് ഞാൻ ഒറ്റയ്ക്ക് എടുത്ത എൻ്റെ ഉറച്ച തീരുമാനമാണ്, അതിലൊരു മാറ്റമില്ല. അവൾ എൻ്റെ മകളാണ്, എൻ്റെ മകൾ എൻ്റെ അടുത്താണ് വളരേണ്ടത് എന്നൊക്കെ സ്റ്റാൻലി പറയുമ്പോൾ ബാലചന്ദ്രൻ്റെ ഉള്ളിൽ ഒരു ആശ്വാസമൊക്കെ വരുന്നുണ്ട് കേട്ടോ. കാരണം അവളെ തനിച്ചാക്കി പോകുന്ന ഒരു വിഷമം ഉണ്ടെങ്കിൽ പോലും അച്ഛൻ്റെ അടുത്തല്ലേ, പക്ഷെ അവരെങ്ങനെ നോക്കുമെന്നുള്ളൊരു ആദ്യം മനസ്സിലുണ്ടായിരുന്നു. ഇപ്പം അത് ചെറുതായിട്ടൊക്കെ ഒന്ന് കെട്ടടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ അലീനയ്ക്ക് ടെൻഷൻ ആവാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് മനസ്സിലായി എന്തായാലും തൻ്റെ പാപ്പയ്ക്ക് വേറെ ഫാമിലി ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ നെടുമ്പുരയ്ക്ക് വീട്ടിൽ അനുഭവിച്ച അതേ അനുഭവം തന്നെ എനിക്ക് ഇവിടെ അനുഭവിക്കേണ്ടി വരുമല്ലോ, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തില്ല എന്നൊക്കെ ഇങ്ങനെ അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തൊക്കെ ഞാൻ അനുഭവിക്കാനിരിക്കുന്നതൊന്നും വേണ്ടിയില്ലായിരുന്നു എന്നൊക്കെ അവൾ മനസ്സുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം കിച്ചണിലാണെങ്കിൽ പൗലോസും ആൻ്റപ്പനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പൗലോസ് ചോദിക്കുന്നുണ്ട്, ആരാണ് ആൻ്റപ്പ വന്നത്? ഒരു പെണ്ണുണ്ടല്ലോ, ഈ പാലക്കാരൻ നാൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആൻ്റപ്പൻ പറയുന്നുണ്ട്, അതെ അതെ, അന്നൊരു ദിവസം പാലക്കാരൻ വന്നെന്ന് ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇവർ. അതിനുശേഷം സാറ് ഭയങ്കര ടെൻഷനിലായിരുന്നു, ഭയങ്കര കുടിയൊക്കെ ആയിരുന്നു. പിന്നീടാണ് ഈ പെൺകുട്ടി ഇങ്ങോട്ട് വരുന്നത്. അത് ആരായിരിക്കും അല്ലേ? അത് കേൾക്കുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, അതെ സാറിൻ്റെ മൂത്ത മകളില്ലേ ഡാനി, ആ കുട്ടിയുടെ ഒരു മുഖച്ചായില്ലേ ഈ കുട്ടിക്ക്. അത് കേൾക്കുമ്പോൾ ആൻ്റപ്പൻ പറയുന്നുണ്ട്, ഇനി സാറിൻ്റെ മകളെങ്ങാനാണോ ആർക്കറിയാം, എന്തായാലും നമുക്ക് നോക്കാം എന്ന് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പൗലോസിൻ്റെ സംശയം കേട്ടപ്പോൾ ആൻ്റപ്പൻ പറയുന്നുണ്ട്, നീ മിണ്ടാതിരിക്കാൻ നോക്കിക്കേ, ഇതെങ്ങാനും സാറ് കേട്ട് കഴിഞ്ഞാൽ നിൻ്റെ ഉള്ള ജോലിയും കൂടെ പോകും. ഇനി പുറത്ത് ആരോട് ഇത് പറയാൻ നിൽക്കേണ്ട, അത് നമ്മുടെ സംശയമല്ല, അത് അവിടെ തന്നെ നിൽക്കട്ടെ. അത് കേട്ടപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, അല്ല എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഒരു സംശയം, അതുകൊണ്ട് പറഞ്ഞതാ. എന്തായാലും സംശയം അവിടെ നിൽക്കട്ടെ, നീ ആരോട് പറയാൻ നിൽക്കണ്ട എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആൻ്റപ്പൻ, അല്ല സാറ് പറഞ്ഞ വിഭവങ്ങളെല്ലാം റെഡിയായോ? റെഡി ആയിട്ടുണ്ട്, എന്നാൽ എടുത്തോ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പിന്നെ സ്റ്റാൻലി ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, എന്തായാലും ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നതല്ലേ, ഇനിയിപ്പോൾ അത്രയും ദൂരം അങ്ങോട്ട് പോകാനുള്ളതല്ലേ, എന്തായാലും കഴിച്ചിട്ട് പോകാം. അത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് കഴിക്കാനൊന്നും വേണ്ട, എനിക്ക് കഴിക്കാനുള്ള മനസ്സില്ല, നിങ്ങളുടെ ക്ഷണം സ്വീകരിക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അതുമാത്രമല്ല ഞാൻ ഇവളെ ഇവിടെ ആക്കാനായിട്ട് വന്നതാണ്, അതെന്തായാലും സാധിച്ചു, ഇനി ഞാൻ പോവാണ്. പിന്നെ എൻ്റെ മകൾ അലീന, അവൾക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്, അവൾ ഒരുപാട് ഇമോഷണൽ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങളിനി അവളെ പറ്റിക്കാൻ നോക്കുകയാണെങ്കിൽ പോലും അവൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് അവളെ പൊന്നു പോലെ നോക്കണമെന്ന് വീണ്ടും പറയാൻ കേട്ടോ. അതായത് ആ കുട്ടിയുടെ
സ്വന്തം അച്ഛൻ്റെ മുന്നിൽ നിന്നാണ് ബാലചന്ദ്രൻ ഇങ്ങനെ പറയുന്നത്. അപ്പം ബാലചന്ദ്രൻ എത്രമാത്രം അലീനയെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്ക് ഈ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. ഇതെല്ലാം കേട്ട് അലീന കരയാണ് കേട്ടോ. അവൾ ഈ സംഭാഷണങ്ങളെല്ലാം കാതോർത്ത് കേൾക്കുന്നുണ്ട്. പക്ഷെ അവൾക്കൊന്നും സംസാരിക്കാനും മിണ്ടാനും പറ്റുന്നില്ല. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നെഞ്ചിലെന്തോ കുത്തിത്തറയ്ക്കുന്ന പോലെ അവൾക്ക് തോന്നുകയാണ്. ബാലചന്ദ്രൻ പോവാന്ന് കേട്ടപ്പോൾ അലീനയ്ക്ക് മനസ്സിലായി തന്നെ ഒറ്റയ്ക്കാക്കി അച്ഛവിടുന്ന് പോവാണ്. അപ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ അവൾ ബാലചന്ദ്രൻ്റെ കൈ മുറുകെ പിടിക്കുകയാണ്. അത് കാണുമ്പോൾ ബാലചന്ദ്രന് ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ട്. അങ്ങനെ ശാലിനിയോട് ബാലചന്ദ്രൻ വീണ്ടും പറയുന്നുണ്ട്, കണ്ടോ എൻ്റെ മകളുടെ സ്നേഹം, ഞാൻ അവളെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോവാണ്. അവൾക്ക് എന്തെങ്കിലും വിഷമം വരികയാണെങ്കിൽ എനിക്ക് തന്നേക്കണേ, നിനക്ക് എന്തെങ്കിലും അവളെ വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ എന്നെ ഏൽപ്പിക്കണം എൻ്റെ മകളെ എന്നും പറഞ്ഞ് ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണെന്നും പറഞ്ഞ് അവിടുന്ന് പോവാണ് കേട്ടോ. പക്ഷെ അലീനയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടം വരും. അതുവരെ ഉണ്ടായിരുന്ന ഒരു ആശ്വാസമൊക്കെ അവിടുന്ന് പോയി. അവൾക്ക് അച്ഛൻ തന്നെ ഒറ്റയ്ക്കിട്ട് പോകുന്നു എന്നുള്ളൊരു റിയലൈസേഷൻ വന്നതോടുകൂടി അവളുടെ മനസ്സാകെ കൈവിട്ട് പോവാണ്. എന്നിട്ട് അവൾ ബാലചന്ദ്രനെ അച്ഛാന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ സ്റ്റാലിനിക്കും ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അപ്പോൾ സ്റ്റാലിനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവർ തമ്മിലുള്ളൊരു ബോണ്ട് എത്രത്തോളം ഈ അച്ഛനും മകളും സ്നേഹിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രൻ പിന്നെ കൂടുതലൊന്നും പറയാതെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അലീനയാണെങ്കിൽ ബാലചന്ദ്രൻ്റെ പിറക്കെ പോയിട്ട് അച്ഛാന്ന് വിളിച്ചിട്ട് കൈ പിടിക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ അവളുടെ കണ്ണ് കാണുമ്പോൾ സങ്കടം സഹിക്കാനേ പറ്റുന്നില്ല. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, അച്ഛാ ഞാനിവിടെ നിൽക്കണോ, ഞാൻ അച്ഛൻ്റെ കൂടെ വരട്ടെ, ഞാൻ വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോയിക്കോളാം, എനിക്കിവിടെ നിൽക്കാൻ തോന്നുന്നില്ല, എനിക്ക് ഒറ്റപ്പെട്ട പോലെ തോന്നുകയാണ്. അത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ ഞാൻ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, നീ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഇടമല്ല ഇത്, നിൻ്റെ അച്ഛൻ്റെ അടുത്തല്ലേ ഞാൻ നിന്നെ ഏൽപ്പിച്ച് പോകുന്നത്, അതിൽ പരം വേറെ എന്തെങ്കിലും ഉണ്ടോ. അത് കേൾക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, അച്ഛനാണ് മകളാണ്, പക്ഷെ അത് തെളിയിക്കാൻ എന്തൊക്കെ കടമ്പകൾ കടക്കണം അച്ഛാ, എത്ര ആൾക്കാരെ ബോധിപ്പിക്കണം, അതല്ലേ പപ്പ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എനിക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പേടിയാവുന്നു. പക്ഷേ എൻ്റെ അച്ഛൻ എന്നെ പൊന്നു പോലെ നോക്കിയത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെയല്ലേ എന്നെ നെഞ്ചോട് ചേർത്തത്. ആ അച്ഛൻ്റെ കൈ കൂടെ ഞാൻ വന്നോട്ടെ അച്ഛൻ, എന്നെ വിടല്ലേ. പിന്നെ അത് മാത്രമല്ല, എൻ്റെ അച്ഛൻ എന്നെ അത്ര സുരക്ഷിതമായ ഒരിടത്ത് തന്നെ ഏൽപ്പിക്കുകയും ചെയ്തു, അതിൽ പരം എനിക്ക് വേറെ എന്ത് വേണം. അലീന തന്നെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ്റെ നെഞ്ച് പൊട്ടുകയാണ് കേട്ടോ. അത്രയും മനസ്സ് വിങ്ങുന്നുണ്ട്. മോളെ വിഷമിക്കല്ലേ, നിന്നോട് ഞാൻ പോകാൻ പറഞ്ഞതൊന്നും അല്ലല്ലോ, നിൻ്റെ ഇഷ്ടപ്രകാരമല്ല നീ ഇറങ്ങി തിരിച്ചത്, അപ്പോൾ നീ ഏറ്റവും സുരക്ഷിതമായ ഇടത്തെത്തണമെന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു, അതാണ് ഞാൻ ഇവിടെ ഏൽപ്പിച്ചത്, അല്ലാതെ വേറെ ഒന്നും അല്ലല്ലോ, നീ എന്നും എൻ്റെ മാനസപുത്രിയായിരിക്കും എന്നും പറഞ്ഞിട്ട് ബാലചന്ദ്രൻ കരയാണ്. മോള് വിഷമിക്കാതെ, അച്ഛൻ എന്തായാലും പോവട്ടെ, നിനക്ക് എന്ന് ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ലെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമം വരുന്നു, അപ്പം നീ അച്ഛനെ വിളിക്കണം, അച്ഛൻ അപ്പം പറഞ്ഞെത്തും നിന്നെ കൊണ്ടുപോകാൻ, അല്ലാതെ നിന്നെ ഞാൻ ഒരിക്കലും ഒറ്റയ്ക്ക് ആക്കില്ല മോളെ, നീ വിഷമിക്കാതെ. അതോടുകൂടെ ഈ എപ്പിസോഡോട് അവസാനിക്കുകയാണ് കേട്ടോ. അപ്പം എന്തായാലും അതിനെനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഇനിയും താൻ ഒരുപാട് അനുഭവിക്കേണ്ടിയിരിക്കുന്നു, ഒരുപാട് പരീക്ഷണങ്ങളോടെ ഇനിയും തൻ്റെ ജീവിതം കടന്നു പോവേണ്ടിയിരിക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അലീനയുടെ പുതിയ ജീവിതത്തിൻ്റെ വഴിത്തിരിവുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വരും എപ്പിസോഡുകളിൽ കണ്ടറിയാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ ബൈ, താങ്ക്